ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കുമ്പളയിൽ പലസ്തീൻ ഐക്യദാർഢ്യ മൈം വിലക്കിയ അധ്യാപകർക്കെതിരെ നടപടിക്ക് സാധ്യത. കുട്ടികൾ അവതരിപ്പിച്ച മൈമിൽ മാനുവൽ ലംഘനം ഉണ്ടായിട്ടില്ലെന്ന് കലോത്സവ കമ്മിറ്റി കണ്ടെത്തി. ഏത് വിഷയം തെരഞ്ഞെടുക്കണമെന്നത് മാനുവലിൽ സൂചിപ്പിക്കുന്നില്ല എന്ന് കലോത്സവ കമ്മിറ്റി വ്യക്തമാക്കി. അധ്യാപകരെ വെള്ളപൂശി DDA നൽകിയ റിപ്പോർട്ടും കമ്മിറ്റി തള്ളി. സംഭവത്തിൽ സ്കൂൾ അധികൃതർക്ക് ഗുരുതര വീഴ്ചയെന്നാണ് കണ്ടെത്തൽ. കുട്ടികളെ നാളെ വീണ്ടും മൈം അവതരിപ്പിക്കുന്നുമുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഗോപാൽ ശീല സനലാണ് നമുക്കൊപ്പം എത്തുന്നത്. ഗോപാൽ ശീല സനൽ, ഗുഡ് ഈവനിംഗ്. കുട്ടികൾക്ക് മൈം അവതരിപ്പിക്കാനുള്ള അവസരമൊരുങ്ങുന്നു. അതോടൊപ്പം തന്നെ DDA നൽകിയ റിപ്പോർട്ടിൽ കടന്നുവന്ന തെറ്റുകൾ, അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇപ്പോൾ? സുജയ, പലസ്തീൻ ഐക്യദാർഢ്യ മൈം നടത്തിയതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാടിന് വിരുദ്ധമായിട്ടായിരുന്നു കാസർഗോഡ് DDE പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. സ്കൂൾ അധികൃതർ വിശദീകരിച്ചതുപോലെ തന്നെ മാനുവൽ ലംഘനം ഉണ്ടായി എന്ന് തോന്നിയതിനാൽ മൈം തടഞ്ഞു എന്നതാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഇതോടുകൂടിയാണ് ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി, മാനുവൽ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സ്കൂൾ കലോത്സവ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത്. കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ അടക്കമുള്ളവർ ഈ വിഷയം പരിശോധിക്കുകയും മാനുവൽ ലംഘനം ഉണ്ടായിട്ടില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഒരിടത്തും കലോത്സവ മാനുവലിൽ മൈമിന്റെ വിഷയം ഇന്നതേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇന്നത് പാടില്ല എന്ന തരത്തിലേക്ക് ഒരു പരാമർശവും ഇല്ല. പകരം ഈ എണ്ണത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ സമയത്തിലോ പ്രശ്നമുണ്ടെങ്കിൽ അത് കുട്ടികൾ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് പരിശോധിക്കേണ്ടത്. സമയം കഴിഞ്ഞും അവർ മുന്നോട്ട് പോകുന്നെങ്കിൽ ആ പരിപാടി അവതരിപ്പിച്ച് പൂർത്തിയാക്കിയതിനു ശേഷമാണ് നടപടിയെടുക്കേണ്ടത്. അല്ലാതെ പരിപാടി നടക്കുമ്പോൾ വേദിയിൽ അത് തടയുകയും കർട്ടനിടുകയും ചെയ്യുകയല്ല വേണ്ടത്. അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി എന്നതാണ് കലോത്സവ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ഇത് ഉടൻ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ഔദ്യോഗികമായി തന്നെ കമ്മിറ്റി വിലയിരുത്തലുകൾ അറിയിക്കും. ഈ വിലയിരുത്തലുകൾ കൂടി ചേർത്തുകൊണ്ടായിരിക്കും നാളെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഔദ്യോഗികമായി ഈ തന്റെ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകുക. വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ കാസർഗോഡ് കുമ്പളയിലെ കുട്ടികൾക്കൊപ്പമാണ്. കാരണം സർക്കാർ നിലപാട് പലസ്തീൻ ഐക്യദാർഢ്യം എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കുട്ടികളെ പിന്തുണയ്ക്കുന്നതാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഈ വിഷയത്തിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമോ ഇല്ലയോ, എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടർ നീക്കമെന്നതാണ് കണ്ടറിയേണ്ടത്. സുജയ, അത് നമുക്ക് കണ്ടറിയാം. താങ്ക് യു ഗോപാൽ ശീല സനൽ. നമുക്ക് കണ്ടറിയാൻ ഒരുപാട് വാർത്തകൾ